ഹലോ, വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ ഈ തുരപ്പൻ എലികളില്ലേ, തുരപ്പൻ എന്ന് പറയുന്ന ഒരു തരം എലികൾ, ഈ തുരന്ന് മടയുണ്ടാക്കി അല്ലെങ്കിൽ ആഹാരമൊക്കെ കഴിക്കുന്ന, നമ്മളെന്തെങ്കിലും കൃഷി ചെയ്താൽ അതൊക്കെ തുരന്ന് കഴിക്കുന്ന അല്ലെങ്കിലൊക്കെ തുരന്ന് നശിപ്പിക്കുന്ന എലികൾ, അങ്ങനത്തെ കുറച്ച് എലികളുണ്ടായിരുന്നു. കുറച്ച് നാൾ തുരന്ന് മാളത്തിനകത്തെങ്ങാണ്ട് കയറിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും തല പൊക്കിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ എലികളുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ ഒരു പഴഞ്ചൊല്ല് പറയും, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും. പിന്നെ വേറെ കുറേ ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക്. വേറെയും കുറേ പഴഞ്ചൊല്ലുകളുണ്ട്. പിന്നെ കുണ്ട് കാണാത്തവൻ കുണ്ട് കണ്ടാൽ എന്താ, കണ്ടതെല്ലാം എന്തെന്നാ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് ഇപ്പോൾ ആദ്യത്തെ പഴഞ്ചൊല്ല് തന്നെ എടുക്കാം, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും. അപ്പോൾ ഈ തുരപ്പനെല്ലുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? അർദ്ധരാത്രി പിടിക്കുന്ന കുട കണ്ടിട്ട് ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ ലോകത്തൊന്നും ആരും കുട ചൂടുന്ന ഇവർ കണ്ടിട്ടില്ല ഇതുവരെ. എല്ലാവരും ഇപ്പോൾ കുടയുള്ളവർ, സാധാരണ എല്ലാവരും പകല് യൂഷ്വലി എല്ലാവർക്കും തന്നെ കുട ഉണ്ടാവും, അത് ചൂടിയിട്ടാണ് നടക്കുന്നത്. ഇത് ഈ കിട്ടാത്തവന് കിട്ടിക്കഴിയുമ്പോൾ അവൻ അർദ്ധരാത്രിയിൽ പാതിരാത്രിയും ഒക്കെ ഇതെടുത്ത് വെച്ചിട്ട് ചൂടിക്കൊണ്ട് നടക്കും. കാര്യം എനിക്ക് മാത്രമേ ഉള്ളൂ ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് എത്രത്തോളം മറ്റുള്ളവരെ കാണിക്കാവോ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല നാടകങ്ങളും കാണിക്കും. ഇത് കണ്ടിട്ട് ചിലരെണ്ണത്തിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അയ്യോ, ഞാനെന്ന് പറഞ്ഞില്ലേ, ഇവരിങ്ങനെയാകും അവരെങ്ങനെയാകും, ഇവരങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ഇവർ എവറസ്റ്റ് കീഴടക്കും, അത് ചെയ്യും ഇത് ചെയ്യും. ഇതൊന്നും നീയൊന്നും കാണാത്ത കൊണ്ടാണ്. വേറുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും മലയിൽ ഒരുപാടുള്ളവരും ഒന്നും ഇതൊന്നും കാണിക്കാത്ത കൊണ്ടാണ് നിനക്കൊക്കെ ഇത് വലിയ സംഭവമായിട്ട് തോന്നുന്നത്. നിനക്കൊക്കെ മാത്രമേ തോന്നൂ ഇത് സംഭവമായിട്ട്. അഥവാ നിനക്കൊക്കെ ഇത് സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പാടിപ്പ് കുഴുത്തിക്കൊണ്ട് അവിടെ ഇരുന്നാൽ മതി. പിന്നെയും വേറുള്ളവരുടെ മേലെ മെക്കിട്ട് കയറാനായിട്ട് വരണ്ട കേട്ടോ. ഞാൻ നിന്നെയൊന്നും പറ്റി പറയാറില്ല, നിന്നെയൊന്നും പറ്റി പറഞ്ഞിട്ടില്ല. ഇത് കാണുമ്പം, ഇങ്ങനെയുള്ള ഈ ചൊറിച്ചിൽ കാണുമ്പം കുറച്ച് കമൻസ് ഞാൻ കണ്ടു അവിടെ. അയ്യോ, ഇവൻ്റെ വീഡിയോ ഇല്ലെങ്കിൽ അവൻ്റെ വീഡിയോ ഇല്ലെങ്കിൽ അവിടെ അരി മേടിക്കത്തില്ല, കഞ്ഞി കുടിക്കത്തില്ല. എടോ, ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ എൻ്റെ ഈ വീഡിയോ അരി മേടിക്കാൻ വേണ്ടി ഇടുന്നതല്ല. ഞാൻ ഇത് വിറ്റിട്ടല്ല അരി മേടിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഇങ്ങനത്തെ കുറേ പണ്ട് ഈ സാധനങ്ങൾ സ്ഥിരം അരി മേടിച്ചുകൊണ്ടിരുന്നതും ഇത്രയൊക്കെ എത്തിയതും മറ്റുള്ളവരെ വിറ്റിട്ടാണ്. അത് കണ്ടാണല്ലോ നീയൊക്കെ പഠിച്ചിട്ടുള്ളത്, അത് കണ്ടാണ് നിനക്കൊക്കെ പരിചയം. ഇവർ ജീവിക്കുന്നത് മുഴുവൻ ഇപ്പം എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം മറ്റുള്ളവരെ വിറ്റ ക്യാഷ് തന്നെയാണ്. അതിൻ്റെ മുകളിൽ ചവിട്ടി നിന്നിട്ടാണ് അവർ ജീവിക്കുന്നത്, സ്റ്റിൽ ഇപ്പോഴും ജീവിക്കുന്നത്. ഇനിയിപ്പോൾ അത് തികയാതെ വരുമ്പോൾ പല അടവുകളായിട്ട് ഇറങ്ങും. ഇതൊന്നും കണ്ടിട്ട് മഞ്ഞളിക്കാനായിട്ട് മഞ്ഞപ്പിത്തം ബാധിച്ചൊരു കണ്ണല്ല എൻ്റെത്. മനസ്സിലായില്ലേ? നിനക്കൊക്കെ നാണമില്ലേ ഇങ്ങനെ അടിമപ്പെട്ട് ജീവിക്കാനായിട്ട്? ഒരുത്തൻ്റെ കാലെ തൂങ്ങി അവൻ എന്ത് ചെയ്താലും അത് മാത്രം നല്ലത്. അവൻ ഇങ്ങനെ പാദസേവ ചെയ്യാനായിട്ട് നിനക്കൊക്കെ നാണമില്ലേ? ഒരു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പോലും പറയാതെ നിനക്കൊന്നും വേറെ ജോലിയുമില്ലേ? ഒരു ജോലിയില്ല. എനിക്കറിയില്ല, ചില ആളുകൾ ഇങ്ങനെ ഒരു ജോലി ഇല്ലാത്തവരിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വീഡിയോസ് നോക്കിയൊക്കെ അയ്യോ പാടിപ്പുകഴ്ത്തി ഒരു ചെറിയ ഇതൊന്നും ലോകം കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ സ്വത്ത് കണ്ടിട്ടില്ലേ? പണം കണ്ടിട്ടില്ലേ? ഇതൊന്നും കാണാതെ കിടക്കുന്ന വർഗ്ഗങ്ങളാണോ ഇതൊക്കെ? എനിക്ക് തോന്നിയതാ, ഈ ഒന്നും കാണാത്തവൻ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ടങ്ങ് കാണിക്കും. പക്ഷെ സാധാരണ നോർമൽ മനുഷ്യർ, ഫോർ എക്സാമ്പിൾ, ഒരു 100 രൂപയുണ്ടെങ്കിൽ ഒരു 10 രൂപയുടെ ഇതിലേ അവർ നടക്കുകയുള്ളൂ. 100 രൂപയുണ്ടെങ്കിൽ 100 രൂപയുണ്ടെങ്കിൽ 1000 രൂപയുടെ പവർ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. നോർമൽ മനുഷ്യരെങ്ങനെയാ? എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ടെങ്കിൽ ഒരു 10 രൂപയുടെ ഇത് മാത്രമേ നമ്മൾ പുറമേ കാണിക്കുകയുള്ളൂ. ബാക്കി നമ്മുടെ സേവിങ്സ് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഇതായിട്ട് പൊക്കി കാണിച്ചുകൊണ്ട് നടക്കില്ല. ഇത് കണ്ടിട്ട് നിനക്കൊക്കെ കിട്ടുന്ന അടി ഇതാ. കാര്യം ചെറിയൊരു കാര്യം കാണുമ്പോൾ വലിയോ ഇവരെന്തോ വലിയ സംഭവം. ലോകത്ത് വേറെ ആരെയും കണ്ടിട്ടില്ലല്ലേ നീയൊക്കെ? ലോകത്ത് വേറെ ആരെയും കണ്ടിട്ടില്ല, ജീവിക്കുന്നവരെയും കണ്ടിട്ടില്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നവരെയും കണ്ടിട്ടില്ല, വകതിരിവോടെ ജീവിക്കുന്നവരെയും കണ്ടിട്ടില്ല. എന്നിട്ട് തുടങ്ങുകയാണ് അടുത്ത്, അയ്യോ അവർ കണ്ടോ അവരങ്ങ് പൊങ്ങിപ്പോയി. എന്തുവാ 5 സ്റ്റാർ തട്ടുകട വേറെ ഇട്ടോ? മനസ്സിലാവുന്നില്ല. എന്തോ ഒരു കാര്യം അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങി. അയ്യോ, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകും, ബലൂണ് പോലെ പോകും, റോക്കറ്റ് പോലെ പോകും, കുതിക്കും, അത് ചെയ്യും ഇത് ചെയ്യും. താഴേക്ക് വന്ന് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ അയ്യോ കണ്ടില്ലേ, അത് അവരുടെ പ്രാക്ക, അവരത് ചെയ്താ ഇത് ചെയ്താ. അപ്പം ഇപ്പം സംഭവിക്കുന്നത്, ഇപ്പം നല്ലതാണ് സംഭവിക്കുന്നതെന്ന് പറയും. എനിക്കിതിൽ ഒരു അതിശയോക്തിയും തോന്നുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പം സംഭവിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ടാണോ ഇപ്പം നല്ലത് സംഭവിക്കുന്നത്? ഇത്രയും നാൾ ചീത്ത സംഭവിച്ചത് അവർ കൂടോത്രം ചെയ്തിട്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം നല്ലത് സംഭവിക്കുന്നത് അവർ പ്രാർത്ഥിച്ചിട്ടായിരിക്കും അല്ലേ? അങ്ങനെ വിശ്വസിക്കാമല്ലോ. എന്തിനും ക്രെഡിറ്റ് അവർക്ക് തന്നെയാണല്ലോ, മറ്റുള്ളവർക്കാണല്ലോ. എന്നെ വെക്കിട്ട് കയറാൻ മറ്റുള്ളവരെ മാന്താനായിട്ട് വരണ്ട. അവിടെ നന്നായിട്ട് ചൊറിയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നേരിട്ട് ചെന്നിട്ട് നന്നായിട്ട് ചൊറിയ്.
അല്ലെങ്കിൽ അടിമപ്പണി ചെയ്യുക. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പണി കാണും. അയ്യോ കടയിൽ പണി തരണേ, അവിടെ തരണേ, ഇവിടെ തരണേ, വീട്ടിൽ തരണേ, ചട്ടിയും പാത്രവും കഴുകാൻ പണി തരണേ എന്നൊക്കെ പറഞ്ഞ് കാണാം മെസ്സേജ്. അങ്ങോട്ട് ചെല്ല്. ഇത് വേറെ അവിടെ കിടന്നിട്ട് വേറുള്ളവരുടെ ജീവിതത്തെ പറ്റി, അരി മേടിക്കുന്നതിനെ പറ്റി ഞാനിപ്പോൾ അരി മേടിക്കാതിരിക്കുക. എത്ര ദിവസമായെന്നറിയോ കണ്ടന്റ് ഇല്ല. അവൻ വീഡിയോ ഇടുന്നില്ലല്ലോ. അപ്പോൾ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് ചോറ് കഴിച്ചിട്ടിപ്പം 2-3 മാസമായി. ഞാൻ നാണമുണ്ടോ നിനക്കൊക്കെ ഇങ്ങനെ അടിമവേല ചെയ്യാനായിട്ട്? പൊള്ളാച്ചൻ കുറേ നാൾ പൊത്തിനകത്ത് കയറിയിരിക്കുകയായിരുന്നു, പിന്നെ വീണ്ടും അവതരിച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഇത് എവിടെയോ കിടക്കുന്ന ഒരു സർപ്രൈസ്, കുറേ കാലമായിട്ട് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു സർപ്രൈസ് എന്തൊക്കെയോ ചെയ്ത്, ഞാൻ ബാക്കി പറയുന്നില്ല, ചെയ്ത് എന്തോ ചെയ്യുന്നു. ഇത് കൊണ്ടിട്ട് ഭയങ്കര ലോകത്തില്ലാത്ത സംഭവം. നിനക്കൊക്കെ അത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അതിന് മറ്റുള്ളവരുടെ അരി മേടിക്കലിനെ പറ്റിയിട്ട് വ്യാധി വേണ്ട. ഇവരൊക്കെ തന്നെ, ഈ പറയുന്നവരൊക്കെ തന്നെ മുന്നോട്ട് എങ്ങനെ അരി മേടിക്കുമെന്ന് നീ ചിന്തിച്ചാൽ മതി. ഈ അരി എന്നും മേടിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവങ്ങളല്ലേ, ദൈവങ്ങളല്ലേ. മറ്റുള്ളവരെ പറ്റിയിട്ട് അത്രയ്ക്കങ്ങ് വേവലാതി ഒന്നും വേണ്ട കേട്ടോ. കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് മാളത്തിനകത്തുനിന്ന്. എനിക്ക് ഇതൊക്കെ തന്നെ മതി കണ്ടന്റ്. കാര്യം ഞാൻ ഇന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് പറയേണ്ട കാര്യങ്ങൾ പറയുമ്പം പറയാം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇതിൽ കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് എനിക്കങ്ങോട്ട് വലിയ ഇതിലങ്ങോട്ട് കയറിയിട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പറയാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയാനായിട്ടുള്ളൊരു സ്പേസ്, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് വേറെ കാര്യമൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് തുരപ്പൻ എവിടെന്നോ തുരന്ന് ആരുടെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ നശിപ്പിച്ച് കാട്ടുമുടിച്ച് തിന്നിട്ട് വീണ്ടും മാളത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെയും ആക്രമണം തുടങ്ങി. ഭയങ്കര സൗണ്ടും ഇറിറ്റേഷനും തുരപ്പന്മാരെ കൊണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ കണ്ടന്റ് തന്നത് നിങ്ങൾ തന്നെയാണ്. ഇനിയും തുരക്ക് ഇങ്ങനെ തുറന്നൊഴിച്ച് മറ്റുള്ളവരെ ചൊറിയാൻ നിൽക്കാതെ സ്വന്തം കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പോകും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വായിന്നോ ഇങ്ങനെ കേൾക്കുന്നത് ഇതുപോലെ കണ്ടന്റ് നീയൊക്കെ തന്നാലും മതി. അതിപ്പോൾ അവിടെ നിന്ന് തരണമെന്നൊന്നുമില്ല. നീയൊക്കെ കണ്ടന്റ് തന്നാലും മതി. നിനക്കൊക്കെ ഭയങ്കര ചൊറിച്ചിലല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ വിചാരം ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും കണ്ണു മഞ്ഞളിച്ചിരിക്കുക. അതിനെല്ലാവരും ഇങ്ങനെ ഈ അർദ്ധരാത്രി കൊട പിടിക്കുന്നവരല്ല, അല്ലെങ്കിൽ കുണ്ട് കാണാത്തവൻ കുണ്ട് കണ്ടപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അങ്ങനെ ഉള്ളവരല്ല. ഉള്ളതും കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരും അല്ലെങ്കിൽ ഈ ഫേക്കായിട്ട് കാണിക്കുന്നതിനെ വിശ്വസിക്കാത്തവരും കുറച്ചെങ്കിലും ബോധവും വിവരവും ഉള്ളവരും ഒക്കെ തന്നെയാണ്. അല്ല നിങ്ങളെപ്പോലെ ഈ അന്ധമായ ഒരു കുഴിയിൽ വീണിട്ട് അവിടുന്ന് കയറാൻ പറ്റാതെ കിടക്കുന്ന ആളുകളല്ല എല്ലാവരും. മനസ്സിലാക്കിക്കോ കേട്ടോ. എന്നിട്ട് വേറെ വല്ല ഒരു പണിയില്ലെന്ന് തോന്നുന്നു, ഒരു ജോലിയില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അടുത്ത് ഇനിയും ചൊറിയുക. അപ്പോൾ എനിക്ക് നാളെയും കണ്ടന്റ് ആയല്ലോ. കാര്യം എനിക്ക് 1/2 കിലോ അരിയെങ്കിലും മേടിക്കാമല്ലോ കേട്ടോ. പിന്നെന്താ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ മര്യാദ പഠിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചെന്ന്. എടോ, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ നേടി. അത് നിനക്കറിയത്തില്ലേ? ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ നേടി. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് ഞാൻ നേടി. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് കാണുന്നത്. ഈ വെല്ലുവിളി നടത്തിയവർ വേറെയാണ്. അവരോട് ചോദിക്കുക എന്ത് ചെയ്യൂന്നൊക്കെ പറഞ്ഞിട്ടാണ് വെല്ലുവിളിച്ചത്. ഓപ്പോസിറ്റ് വെല്ലുവിളിച്ച് ഒരു വെല്ലുവിളിയും നടന്നിട്ടില്ല. അത് അങ്ങോട്ട് ചോദിക്കുക ഡയറക്റ്റ്. നീയൊക്കെ വെല്ലുവിളിച്ചിട്ട് എന്തിയേ? നീയൊക്കെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചില്ലേ? എന്നിട്ട് എന്തിയെന്ന് അങ്ങോട്ട് ചോദിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയിട്ടുണ്ട്. മനസ്സിലായോ? നാണം വേണം കുറച്ചെങ്കിലും കേട്ടോ. വെല്ലുവിളിച്ചിട്ട് അത് നേടാത്തവനോട് വേണം ചോദിക്കാൻ. വെല്ലുവിളി നടത്തിയവരോട് ചോദിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ബോധമുള്ള ആളുകൾക്കറിയാം അത് ഞാൻ നേടിയിട്ടുണ്ട്. ഇനി അടുത്ത തോട്ടം ഏതാണെന്ന് വെച്ചാൽ മാന്താനായിട്ട് തുറക്കാനായിട്ട് ചെല്ല്. ഇങ്ങോട്ട് തുറക്കാൻ നിന്നാലേ ഇങ്ങനെ മറുപടി കിട്ടും കേട്ടോ. ഒരു ജോലിയില്ല. കുറേ പരദൂഷണക്കാർ നടക്കുന്ന പോലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ അയ്യോ മറ്റേവർ ചെയ്തേ അത് ചെയ്തേ ഇത് ചെയ്തേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ചെറിയ എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് നടന്നിട്ട് അതൊന്ന് വിളിച്ച് പറഞ്ഞാൽ ഒട്ടനെ തുടങ്ങും. അയ്യോ കണ്ടോ ഇവരങ്ങനെയാകും, ഇവരിങ്ങനെയാകും, ഇവരങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. എന്നാൽ പിന്നെ ഈ ദൈവങ്ങൾക്കെല്ലാം ഇവർക്കൊന്നും സംഭവിക്കല്ലേ? ആ വരം അങ്ങ് കൊടുത്തങ്ങ് വെച്ചാൽ പോരെ. എല്ലാം നടക്കും ചെയ്തിട്ട് ബാക്കിയുള്ളവരെ മെക്കിട്ട് കയറാനായിട്ട് നടക്കും. അന്നേരം മിണ്ടാതെ ഇത് കേട്ടിട്ട് അങ്ങോട്ട് മിണ്ടാതെ ഇരിക്കണം അല്ലേ? സൗകര്യമില്ല. ഇനിയും തുറന്നുകൊണ്ട് വാ, അപ്പം ഞാൻ അതിൻ്റെ മറുപടി തരാം. ഇതൊക്കെ വിചാരിക്കും ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളവർ നിങ്ങൾക്കേ ഉള്ളൂ ഇത് കണ്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പൊട്ടക്കിണറ്റിൽ മാത്രം വീണ് കിടക്കുക. ഈ ലോകം കാണുന്നില്ല, ഈ ലോകത്ത് സംഭവിക്കുന്ന ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ആ പൊട്ടക്കിണറാണ് സ്വർഗം എന്ന് തോന്നുന്നത് കേട്ടോ.
അപ്പോൾ അടുത്ത ചൊറിയുമായിട്ട് വാ. നേരെ ഞാൻ അടുത്ത ബാക്കി മറുപടി ആയിട്ട് ഞാൻ വരാം.